എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. പി എസ് സി ക്ലാസ്സിന് പോകുമ്പോൾ ഡെയിലി എക്സാം ഇടുമല്ലോ. അപ്പോൾ ഡെയിലി എക്സാമിൽ ആ പറയുന്ന കട്ട് ഓഫ് കിട്ടാതെ എല്ലാ ദിവസവും ഇമ്പോസിഷൻ എഴുതിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ ഇതിൻ്റെ എക്സാം ആദ്യമായിട്ട് എഴുതിയപ്പം എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് വായിച്ചു നോക്കാനുള്ള ഒരു കപ്പാസിറ്റി പോലും ഇല്ലായിരുന്നു. ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്കേ ആദ്യമായിട്ട് എഴുതിയ എക്സാമിന് കിട്ടിയിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻ മുഴുവൻ വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി പോലും ഇല്ലായിരുന്നു. അതായത് അന്ന് എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ അതിൽ ശരി ഉത്തരത്തിനേക്കാളും കൂടുതൽ തെറ്റുത്തരമാണ് വന്നത്. അതായത് നെഗറ്റീവ് അത്രത്തോളം വന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു 10ഓ 15ഓ മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ ഒരു ലെവലിൽ നിന്ന് ഞാൻ എടുത്ത കുറച്ച് ഡിസിഷൻസ്, അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത കുറച്ച് ഡിസിഷൻസ് ആണ് ഇന്ന് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പോസ്റ്റിൽ എന്നെ കൊണ്ടെത്തിച്ചത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് LD ടൈപ്പിസ്റ്റായിട്ടാണ്. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഡിസ്ട്രിക്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് എനിക്ക് ഈ ഒരു ജോലി നേടാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ച കുറച്ച് ഡിസിഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ എങ്ങനെയൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് ഒഴിവാക്കിയത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഇനി നമുക്ക് ഡിസംബറിൽ എക്സാം വരാനുണ്ട്. അതായത് ഓഫീസ് അസിസ്റ്റൻ്റ് ആണ് പോസ്റ്റ് വരുന്നത്. പിന്നെ റിപ്പോർട്ടറിൻ്റെ എക്സാം ജനുവരിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രത്തോളം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു ആളായിരുന്നില്ല. അതായത് എനിക്ക് അത്രത്തോളം നന്നായിട്ട് പഠിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിന്നും എനിക്ക് ഇത്രയും നല്ലൊരു മാർക്ക് വാങ്ങി 27ാമത്തെ റാങ്കാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ടൈപ്പിസ്റ്റിൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ലിസ്റ്റുകളിലും ടൈപ്പിസ്റ്റിൻ്റെ ലിസ്റ്റുകളിലുണ്ട്. ഒന്നിന് 66ാമത്തെ റാങ്ക്, അങ്ങനെയൊക്കെയാണ് ഇതിൽ ലിസ്റ്റിൽ വരാൻ പറ്റിയിട്ടുണ്ട്. അതായത് തീരെ അറിയാത്ത ഒരു സ്റ്റേജിൽ നിന്ന് ഇത്രയും റാങ്ക് ലിസ്റ്റുകളിലേക്ക്, അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ജോലിയിലേക്കും എന്നെ കൊണ്ടെത്തിച്ച കുറച്ച് ഡിസിഷൻസ് അല്ലെങ്കിൽ ഞാൻ വരുത്തിയ കുറച്ച് മാറ്റങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജോലിയിലേക്ക് മെയിനായിട്ട് എത്തിച്ച ഒരു കാര്യം, ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് വരുന്നത് +2 പഠിക്കുന്ന സമയത്താണ്. +2 ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതിനുശേഷമാണ് ഡിപ്ലോമ ചെയ്തത്. അതായത് ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് ആണ്, കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മീനങ്ങാടിയാണ് ഞാൻ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 അത്യാവശ്യം മാർക്കുണ്ട്, സയൻസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് വേറെ വഴി പോവായിരുന്നു. പക്ഷെ ആരും എൻ്റെ ബാച്ചിൽ അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ ആരും എടുക്കാത്തൊരു ഡിസിഷൻ, അല്ലെങ്കിൽ ആർക്കും താല്പര്യമില്ലാത്തൊരു ഡിസിഷൻ ഞാൻ എടുത്തത് കൊണ്ട് മാത്രം ഇന്ന് ഈ പോസ്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഓക്കെ, അതാണ് സത്യം പറഞ്ഞാൽ വലിയൊരു ടേണിംഗ് പോയിന്റ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ചാലഞ്ചിങ്ങുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് വീട്ടിൽ ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനോ ഒന്നും തന്നെ നല്ലൊരു അഭിപ്രായം ഇല്ലാത്തൊരു കോഴ്സായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ +2 സയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കാനായിരുന്നു എല്ലാവരുടെയും താല്പര്യം. ഈ ഒരു അതായത് ഇതിൽ മെയിനായിട്ട് വരുന്ന കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അക്കൗണ്ടൻസി ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്ക് പോയത് കൊണ്ട് തന്നെ ആർക്കും വലിയ താല്പര്യമില്ലാത്തൊരു കോഴ്സായിരുന്നു. പക്ഷെ ഞാൻ ആ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ട് മാത്രം ഈ ഒരു പൊസിഷനിലെത്തി. അപ്പോൾ എൻ്റെ 28 വയസ്സ് മുന്നേ, അതായത് 28ാമത്തെ ബർത്ത്ഡേക്ക് മുന്നേ ആയിട്ട് എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ്. ഓക്കെ, എല്ലാവർക്കും പറ്റുന്നതായിരിക്കും, പക്ഷെ എനിക്കത് എന്താ പറയുക, അത്രത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതായത് എൻ്റെ 28ാമത്തെ വയസ്സിന് മുന്നേ ഞാൻ ഒരു ഗവൺമെൻറ് സർവീസിൽ കയറി എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയൊരു നേട്ടമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് വേറെ റിസർവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓപ്പൺ കാറ്റഗറിയിലാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ അഡ്വൈസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് ഞാൻ PSC കോച്ചിങ് ചെയ്യുന്നത് ജനറൽ PSC ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കോച്ചിങ് സെൻറ്റർ ഫോർ മൈനോറിറ്റി യൂത്ത്സ്, അതായത് CCMYയിലാണ് ഞാൻ പഠിച്ചത്. ഓക്കെ, അപ്പോൾ അത് ഏകദേശം 1 വർഷത്തോളം അവിടെ നിന്നും അല്ലാതെയൊക്കെ PSC കോച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ GK വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ആളായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ പഠിച്ചതിന് ശേഷം അതായത് സാധാ ജനറൽ PSCൻ്റെ 2 ലിസ്റ്റിൽ എനിക്ക് ഇടം നേടാൻ പറ്റിയിട്ടുണ്ട്. എക്സൈസും അതുപോലെ തന്നെ LGSും. അതായത് LGS, അതായത് നമുക്ക്
ഈ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റാത്തൊരു LGS ഉണ്ടായിരുന്നു. അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ കിട്ടുന്നതിന് മുന്നേ എനിക്ക് ഉണ്ടായിരുന്ന ലാസ്റ്റ് LGS ആയിരുന്നു. അതിലും ലിസ്റ്റിൽ വന്നു. അതുപോലെ തന്നെ എക്സൈസിലും ലിസ്റ്റിൽ വന്നു. ഓക്കെ, അതിലും സ്പോർട്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ പഠിക്കുന്ന സമയത്ത് സ്പോർട്സിന് കൂടുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. എങ്കിലും ഞാൻ ഇത് ഫിസിക്കൽ പാസ്സായി. 38ാമത്തെ റാങ്കായിരുന്നു എക്സൈസിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഓരോ ഡിസ്ട്രിക്റ്റിലും അത്രത്തോളം വേക്കൻസി എടുക്കാത്തത് കൊണ്ട് തന്നെ, അത്രത്തോളം വേക്കൻസിക്ക് അഡ്വൈസ് പോകാത്തത് കൊണ്ട് തന്നെ കിട്ടിയില്ല. അതിനുശേഷം ഞാൻ ഈ ടൈപ്പിസ്റ്റിലേക്ക് തിരിയാൻ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GK തന്നെയാണ് മെയിനായിട്ട് കാരണം വരുന്നത്. അതായത് എക്സാം എഴുതി ഞാൻ ലിസ്റ്റിൽ കയറി, പക്ഷെ അത് കിട്ടാത്തത് കൊണ്ട് തന്നെ കുറച്ചധികം ഡിപ്രഷനിലായിരുന്നു. അതിനുശേഷം ഈ ടൈപ്പിസ്റ്റിൻ്റെ എക്സാം കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമായിരുന്നെങ്കിലും, പക്ഷെ അതിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വായിച്ച് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഈ സബ്ജക്റ്റ് പഠിച്ചെടുക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഓരോ എക്സാം കഴിയുമ്പോഴും നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ആൻസേഴ്സൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ചിട്ടാണ് എഴുതുന്നുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമിന് ഞാൻ ആ പഠിക്കുന്ന സമയത്ത് തന്നെ ലിസ്റ്റ് കയറുമായിരുന്നെങ്കിൽ നേരത്തെ ജോലി കയറാൻ പറ്റുമായിരുന്നു. അതായത് ആ സമയത്ത് കോമ്പറ്റീഷൻ കുറവായിരുന്നു. ഏകദേശം 1-2 ലിസ്റ്റുകളൊക്കെ 1-2 മാർക്കിനൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ആദ്യം വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് നന്നായിട്ട് വന്നുകൊണ്ടിരുന്നു. ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ തന്നെ 10-15 നെഗറ്റീവ് വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ ഭാഗങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ പഠിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അറിയുന്ന സബ്ജക്റ്റ് തന്നെ ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ റിവിഷൻ ചെയ്യുന്നത് അറിയുന്ന സബ്ജക്റ്റ് തന്നെ റിപ്പീറ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. അറിയാത്ത സബ്ജക്റ്റ് പഠിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ എഴുതുമ്പം അറിയുന്ന സബ്ജക്റ്റ് മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആൻസർ കീ നോക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ആൻസർ കീ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ഭാഗത്തു നിന്നാണ് പിന്നെ ഈ നെഗറ്റീവ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അറിയും എന്ന് വിചാരിച്ചിട്ട് അറ്റൻഡ് ചെയ്യും, പക്ഷെ അത് നെഗറ്റീവായി പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കില്ല. അതായത് ഏകദേശം ഒന്ന് ഓടിച്ചു പോകും, പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കില്ല. ടോപ്പിക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയും, പക്ഷെ അത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കുറേ ടോപ്പിക്കുകൾ അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മാർക്കുകളൊക്കെ കിട്ടുമായിരുന്നു, പക്ഷെ അത് സ്കിപ്പ് ചെയ്തു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അലസത കൊണ്ടാണ് മെയിനായിട്ട് വരുന്നത്. അതായത് ആ ഒരു സീരിയസ്നെസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഇപ്പം ഞാൻ പറഞ്ഞ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ടൈപ്പിസ്റ്റ് എക്സാമിന് എനിക്ക് നല്ല റാങ്ക് കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് കല്യാണം കഴിഞ്ഞു, പ്രഗ്നൻ്റ് ആയ സമയത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തം വരികയാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി വേണം, അല്ലെങ്കിൽ ഒരു വരുമാനം വേണം എന്നുള്ളത് എനിക്ക് മനസ്സിൽ അത്രത്തോളം വന്നു. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു ലിസ്റ്റിൽ വന്നേ പറ്റൂ, അല്ലെങ്കിൽ ജോലി കിട്ടിയേ പറ്റൂ എന്നുള്ള കാര്യം മനസ്സിൽ വല്ലാതെ അങ്ങ് വന്നു. പിന്നെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉറക്കം വരില്ല. അതായത് പഠിക്കണം എന്നുള്ള ഒരു ഇതല്ലാതെ, ടെൻഡൻസി അല്ലാതെ ഉറക്കം വരില്ല. അതിപ്പോൾ നിങ്ങളാണെങ്കിലും തീവ്രമായിട്ട് ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളോ അതുപോലെ തന്നെ പഠിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ വരില്ല. ഏത് സമയത്തും നമുക്ക് അറിയാത്ത ടോപ്പിക് ആണെങ്കിലും അത് പഠിച്ചെടുത്തേ പറ്റൂ എന്നുള്ള ഒരു മനസ്സ് വരും. ഓക്കെ, അത് നമ്മൾ ആ പോസ്റ്റിന് തീവ്രമായിട്ട് ആഗ്രഹിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതായത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഏകദേശം തൊട്ട് വെച്ചിട്ടുള്ള ടോപ്പിക്കുകൾ, പക്ഷെ അത് ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. മിസ്റ്റേക്ക് അതാണ് മെയിനായിട്ട് വരുന്ന മിസ്റ്റേക്ക്. പിന്നെ എന്ന് പറഞ്ഞാൽ അറിയുന്ന ടോപ്പിക്കുകൾ മാത്രം റിപ്പീറ്റായിട്ട് നമ്മൾ പഠിക്കും, അറിയാത്ത ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ടുപിടിച്ചു. അതായത് ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൽ GK അധികം ഇല്ല, 10 മാർക്കിനാണ് വരുന്നത്. അതിൽ തന്നെ കേരള നവോത്ഥാനം അങ്ങനെയുള്ള കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ PSC കോച്ചിങ്ങിന് പോയപ്പോൾ നന്നായിട്ട് പഠിച്ചിരുന്നു. ഇമ്പോസിഷൻ എഴുതി പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം.
ഓക്കെ, അങ്ങനെ കുറച്ച് ഇതിൻ്റെ GK ടോപ്പിക്സ് അങ്ങനെ പഠിച്ചെടുത്തു. അപ്പോൾ അതിൽ GKയിൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്തു. പിന്നെയെന്ന് പറഞ്ഞാൽ അതൊക്കെ അറിയുന്നതും അറിയാത്തതും ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും. നോക്കുമ്പോൾ നെഗറ്റീവ് കൂടുതലായിട്ട് വരും. അപ്പോൾ ഏകദേശം പിന്നെ മനസ്സിൽ ഉറപ്പിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ മാക്സിമം പോയാൽ 10 12 തെറ്റ് മാത്രമേ വരാൻ പാടുള്ളൂ. അത്രമാത്രം, അതായത് എത്രത്തോളം നെഗറ്റീവ് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നെഗറ്റീവ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതുപോലെ തന്നെ അറിയുന്ന ടോപ്പിക്കുകൾ കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കാതെ അറിയാത്ത ടോപ്പിക്കുകൾ മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫുൾ കളക്ട് ചെയ്തു. അതായത് നമുക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അത് മൊത്തം എടുത്ത് അത് PDF സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു വെച്ചു. അതുപോലെ തന്നെ നോട്ടുകൾ എഴുതിയെടുത്ത് അത് റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചു. പിന്നെ ഇതിലുള്ള ഞാൻ അതായത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരു ചുരുക്കത്തിൽ ഞാൻ പറയാം. അതായത് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ആദ്യം ഉണ്ടാക്കി വെച്ചു. ഓരോ ടോപ്പിക്കിനുമുള്ള നോട്ട് ഇതുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ചെയ്തു വെച്ചതിന് ശേഷം ഈ ഇതുണ്ടാവുമല്ലോ, അതായത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് അതിലേക്ക് ഇട്ടു. അതായത് ഓരോ ടോപ്പിക്കിൽ വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് അങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ നോട്ട് കൂടി അറ്റാച്ച് ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമ്മൾ നോട്ട് പഠിച്ച് കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെയായിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ ആ ഓപ്ഷൻസ് അടക്കം ചെയ്തു വെച്ചു. ഓപ്ഷൻസ് കഴിഞ്ഞതിന് ശേഷം 1 2 വരി ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം ആൻസർ ടൈപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ അതിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷേ ഇത് ഒന്ന് നിങ്ങൾ മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ ഏത് എക്സാമിനാണെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഈ കോഴ്സ് പഠിക്കാം, അതായത് ഞാൻ പറഞ്ഞല്ലോ ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് പഠിക്കാൻ പോകുന്ന സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ ഇനി വിളിക്കില്ല, ഇനി വേക്കൻസി വരില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു പോസ്റ്റ് ആഗ്രഹിച്ചു. അതെന്തോ ആയിക്കോട്ടെ, അത് എത്ര വേക്കൻസി ആണെങ്കിലും ഞാൻ ആ പോസ്റ്റിലേക്ക് എത്തിയില്ലേ. ഇത് കുറേ മുമ്പ് പറയാൻ തുടങ്ങിയതാണ്. എങ്കിലും ഇനിയും ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഒഴിവാക്കുക. അതായത് കിട്ടില്ല അല്ലെങ്കിൽ വേക്കൻസി വരില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിക്കുക. ഓക്കെ, ആ ഒരു പോസ്റ്റിന് നിങ്ങൾ അതായത് നിങ്ങൾ ആ പോസ്റ്റിലേക്ക് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ആ പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടി എന്നുള്ള രീതിയിൽ മനസ്സിൽ കണ്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് പഠിക്കുക. പിന്നെ ഞാൻ ചെയ്ത മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് പഠിക്കുന്ന ബുക്കിൽ ഫ്രണ്ട് പേജിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് 2024 എനിക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ ഇന്ന ടൈപ്പിസ്റ്റായിട്ട് ജോലി കിട്ടും. 2023 മുതൽ ഞാൻ എഴുതി വെക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ 2023 എഴുതി, 2024 എഴുതി. പക്ഷേ എനിക്ക് കിട്ടിയത് 2025 പക്ഷേ ഈ എക്സാം എഴുതിയത് 2022 ഞാൻ എക്സാം എഴുതിയത് എന്നുണ്ടെങ്കിലും പക്ഷെ ആ ഒരു പോസ്റ്റ്, അതായത് ഞാൻ ആ ടൈപ്പിസ്റ്റ് എന്നുള്ള പോസ്റ്റ് എത്രത്തോളം ആഗ്രഹിച്ചു, അതുപോലെ തന്നെ ബുക്കിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ആ ബുക്കിലൊക്കെ ഫ്രണ്ട് പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എനിക്ക് ടൈപ്പിസ്റ്റ് പോസ്റ്റ് കിട്ടും, ഇന്ന വർഷത്തിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വേറെ ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന നോട്ട്ബുക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിലൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മോട്ടിവേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേറെ ആരും വരില്ല, നിങ്ങൾ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ ബുക്ക് തുറക്കുമ്പോൾ ഇത് കാണും, അങ്ങനെ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവും. പിന്നെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഡൗൺ ആയി പോവുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ തന്നെ കുറേ അധികം വീഡിയോസ് കിട്ടും മോട്ടിവേഷൻ ആയിട്ടുള്ള. അതല്ലെങ്കിൽ PSCൻ്റെ തന്നെ PSC ഓരോരുത്തർക്ക് കിട്ടിയത് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ഷോർട്സ് നമുക്ക് കിട്ടും. അത് നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ യൂട്യൂബ് തുറക്കുമ്പം അതുതന്നെ വന്ന് നമുക്ക് ഫ്രണ്ടിൽ കാണും. അങ്ങനെയാണ് വരിക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ വരുള്ളൂ. അതിപ്പോൾ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണെങ്കിലും ഇതുപോലെ മോട്ടിവേഷൻ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് മാത്രം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് ഡൗൺ ആയി പോകുമ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒരു മോട്ടിവേഷൻ ആവും, പഠിക്കാനുള്ള ഒരു മനസ്സ് തനിയെ വരും. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ കൺസിസ്റ്റൻസി വളരെ പ്രധാനമുള്ള കാര്യമാണ്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഓക്കെ,
ഒരു എക്സാമിന് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടം ഉണ്ടാവും, സ്വാഭാവികം. അതൊന്ന് കുറച്ച് ദിവസം, ഒരാഴ്ചയോ അല്ലെങ്കിൽ പോട്ടെ 2 ആഴ്ച ആണെങ്കിലും നിങ്ങൾ ആ സങ്കടം തീർത്തതിന് ശേഷം മൊത്തമായിട്ട് മാറ്റിയിട്ട്, മുഴുവനായിട്ട് മാറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോട്ടിവേഷൻ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ എഴുതി വെക്കുക. ഓക്കെ, എഴുതി വെച്ചിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ എവിടെയെങ്കിലും പെന്ന് കൊണ്ടോ അല്ലെങ്കിൽ സ്കെച്ച് പെന്ന് കൊണ്ടോ അല്ലെങ്കിൽ മാർക്കർ കൊണ്ടോ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ, ടേബിളോ അല്ലെങ്കിൽ ബുക്കോ എവിടെയാണെങ്കിലും നിങ്ങളത് എഴുതി വെക്കുക. പിന്നെ നിങ്ങൾ സ്വന്തം റൂമിൽ അങ്ങനെ പബ്ലിക്കായിട്ട് എഴുതി വെക്കാൻ മടിയില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് എഴുതി വെക്കുക. ഓക്കെ, അതായത് പേപ്പർ ഒട്ടിച്ച് വെക്കുക, കാണുന്ന രീതിയിൽ ഒട്ടിച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് കാണുമ്പോൾ, അതായത് ഡൗൺ ആകുമ്പോൾ തീർച്ചയായിട്ടും അത് കാണുമ്പോൾ നിങ്ങൾക്കത് ആ ഒരു പഠിക്കണം എന്നുള്ള ഒരു മനസ്സ് വരും. പിന്നെ എന്ന് പറഞ്ഞാൽ ആ പഠിക്കണം എന്നുള്ള ആ ഒരു മനസ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉറങ്ങേണ്ടി വരില്ല. അതുപോലെ തന്നെ സമയം തനിയെ വരും. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും സാഹചര്യം ഒരുപോലെ ആയിരിക്കില്ല, പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ഞാനും പഠിച്ച് ഇപ്പോൾ ജോലി വാങ്ങിയിട്ടുള്ളത്. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ പഠിക്കാതിരിക്കാൻ പല കാരണങ്ങളും ഉണ്ടാവും. പക്ഷെ പഠിക്കാൻ ഒറ്റ കാരണമേ വേണ്ടൂ, അതായത് എനിക്ക് ഈ ജോലി വേണം എന്നുള്ളത് മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പഠിക്കാനുള്ള സമയത്തിന് പ്രശ്നം ഉണ്ടാവില്ല. അതായത് നിങ്ങൾ കിട്ടുന്ന സമയം മുഴുവൻ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഭാവി വേറെ ആരും തീരുമാനിക്കുന്നതല്ല, അവനവൻ സ്വയം നിർമ്മിക്കുന്നതാണ്. അതാദ്യം നിങ്ങൾ ആലോചിക്കുക. അതായത് നിങ്ങൾ എന്തായി തീരണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, അല്ലെങ്കിൽ എന്തായി തീരരുത് എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എവിടെയും എത്താൻ പറ്റില്ലായിരിക്കും. വേറെ ആരെങ്കിലും കീഴിൽ വെറുതെ ഒന്നുമില്ലാതെ പൈസ ചിലപ്പോൾ ചോദിക്കേണ്ടി വരുന്ന ഒരവസ്ഥ തന്നെ വന്നേക്കാം. ഓക്കെ, വരുമായിരുന്നു. പിന്നെ ഈ PSC പഠിക്കാൻ തയ്യാറാവാതിരുന്നു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും പിന്നെ എനിക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, സമയം പറ്റുന്നില്ല, പിന്നെ കോച്ചിങ്ങിന് വിടുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇരിക്കലേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും നടക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. അവനവൻ്റെ ഭാവി അല്ലെങ്കിൽ അവനവൻ എന്തായി തീരണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അവനവനാണ്. അവനവൻ എന്തായി തീരരുത് എന്നുള്ളത് തീരുമാനിക്കുന്നതും അവനവനാണ്. ഓക്കെ, എന്തായി തീരണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക, അതായി തീരുക. ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവാം, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിലും പിന്നീട് അത് ഇരട്ടിയായിട്ട് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, ഈ ഒരു വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും താങ്ക്സ്. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സുകൾ മാക്സിമം പറ്റുന്നത്രത്തോളം ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സമയക്കുറവ് നല്ലോണം ഉണ്ട്, അതുകൊണ്ടാണ് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാത്തത്. ഓക്കെ, മാക്സിമം പറ്റുന്നത്രത്തോളം കണ്ടന്റുകൾ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.